ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ രാവിലെ തന്നെ പോകണമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇച്ചിരി വെയിലാണെങ്കിലും അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഇന്റർനെറ്റ് സിറ്റി മെട്രോ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ടേക്ക് പോവാൻ. എങ്ങോട്ടാണെന്നല്ലേ, അതൊക്കെ പറയാം. എന്റെ കൂടെ വരാന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയത് കാരണം ഞാൻ അടുത്ത സ്റ്റേഷനിൽ, അതായത് ഓൺപാസി മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ഡേ ടു ഡേയിലൊന്ന് ഇറങ്ങി. ഡേ ടു ഡേനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഞാൻ പിന്നെ പറയാം. എന്നാലും ഒന്ന് ജസ്റ്റ് പറയാം. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, ഡ്രസ്സ്, കോസ്മെറ്റിക്സ്, ചോക്ലേറ്റ്സ്, വീട്ടുപകരണങ്ങൾ എല്ലാം കിട്ടും. ഡ്രസ്സിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട, നല്ല കളക്ഷൻ ഉള്ള സ്ഥലമാണ് ഡേ ടു ഡേ. ബ്രാൻഡഡ് ഒന്നും അല്ലെങ്കിലും നമുക്ക് ഡെയിലി വെയറിന് പറ്റിയ ഒത്തിരി ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ കിട്ടും. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ഞാൻ കാത്തിരുന്നയാളെത്തി. മറ്റാരുമല്ല, എന്റെ സ്വന്തം സഹോദരി. ഓൺപാസി മെട്രോ സ്റ്റേഷന്റെ അവിടെ നിന്ന് ഞങ്ങൾ ബസ് എടുത്ത് അൽഖൂസ് അല്ലെങ്കിൽ അൽഖേൽ ഗേറ്റിന്റെ അവിടെ എത്തി. ഇവിടെയാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ആ കാണുന്ന വലിയ ഓവർബ്രിഡ്ജ് ഒക്കെ കടന്ന് അപ്പുറത്തെത്തിയപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ തന്നെയായിരുന്നു. ഇനി കൂടുതൽ സസ്പെൻസ് ഇടുന്നില്ല. ആ കാണുന്ന അൽഖേൽ മോളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന്. പക്ഷെ ഒരിക്കലല്ല, ഒരു മുക്കുത്തി എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവിടെ പോയത്. അവിടുത്തെ കളക്ഷൻ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. മൂക്കുത്തി വാങ്ങാൻ മാത്രമായിട്ട് പോയ എന്റെ സഹോദരി 2 സെക്കൻഡ് സ്റ്റഡും കൂടെ എടുത്തു കേട്ടോ. അവിടുത്തെ ഡയമണ്ട് കളക്ഷൻ കണ്ടപ്പോൾ ഞാനും 2 സെക്കൻഡ് സ്റ്റഡ് സെലക്ട് ചെയ്തു. അന്ന് കാത് കുത്തിയ ശേഷം പിന്നെ ഇപ്പോഴാണ് ആ കമ്മൽ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വേദനയായിരുന്നു. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് ആദ്യമായിട്ടൊരു ഡയമണ്ട് വാങ്ങിച്ചിട്ട സന്തോഷത്തിൽ ഞാനും എന്റെ ചേച്ചി അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇനി ഓൺപാസി മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ. അവിടെ നിന്ന് ചേച്ചിക്ക് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞു. ആദ്യമായിട്ട് എനിക്ക് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തെന്നുള്ള സംതൃപ്തിയും സന്തോഷവും അഭിമാനവും ഒക്കെ കൊണ്ട് സന്തോഷത്തോടെ ഞാനും എന്റെ റൂമിലേക്ക് പോയി. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.